ഷെൽഫ് ലൈഫ് അല്ല, മനുഷ്യൻ്റെ ആയുസ്സാണ് പ്രധാനം, ആരോഗ്യമാണ് പ്രധാനം എന്നതാണ് ഈ കുമ്പളാട് മിൽക്ക് പ്രൊഡക്ട്സ് പറഞ്ഞത്. അങ്ങനെ പറയാൻ എന്താണ്? ആതിരയാണ് ഇപ്പോൾ ഇതിൻ്റെ ചുമലോ പ്രൊഡക്ഷനൊക്കെ നോക്കുന്ന ആതിരയാണ്. അതെ, ആതിരയും എഞ്ചിനീയറാണ്. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ഇതിലേക്ക് ഒരു മിൽക്കുമായി ബന്ധപ്പെട്ട ഒരു സാധനത്തിലേക്ക് പശുക്കളായി ബന്ധപ്പെട്ട് വരുന്നു വിചാരിച്ചിരുന്നു? ഒരിക്കലും ഇല്ല. പിന്നെ എങ്ങനെ ഇവിടെ വന്ന് കിട്ടും? അത് കൊറോണ സമയത്ത് നമ്മൾ വെറുതെ വീട്ടിലിരുന്ന സമയത്ത് ഹസ്ബൻഡിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു ഫോമാണിത്. അതിപ്പോൾ ഒരു 3 വർഷം 4 വർഷത്തിലേക്ക് അടുക്കുന്നു. ഇപ്പോൾ ഇവിടം വരെ എത്തി. എന്താണ് നിങ്ങൾക്ക് വ്യത്യാസമായിട്ട് കൊടുക്കാനുള്ളത്? നമുക്ക് വ്യത്യാസമായിട്ട് കൊടുക്കാനുള്ളത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നറുനെയ്യാണ്. നമ്മുടെ ബ്രാൻഡ് നെയിമായിട്ട് കൊടുത്തേക്കുന്നത് നറുനെയ്യാണ് കൊടുത്തേക്കുന്നത്. നറുനെയ്യ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ വീട്ടിൽ പണ്ട് കാലം തൊട്ട് വീട്ടിൽ ഉണ്ടാക്കുന്ന ബട്ടർ ഉരുക്കി നെയ്യ് ഉണ്ടാക്കുന്ന രീതിയിലാണ് നമ്മളിവിടെ നെയ്യ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കുന്ന ഏറ്റവും ശുദ്ധമായ നെയ്യാണ് നറുനെയ്യ് എന്ന ബ്രാൻഡോട് കൂടി നമ്മൾ കൂടാതെ വേറെ എന്തൊക്കെയാ പ്രോഡക്ട്സ് ഉള്ളത്? തൈര് ഉണ്ടാക്കുന്നുണ്ട്. മെയിൻ പ്രോഡക്റ്റ് തൈരാണ്. 3 തരം തൈരാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന് കട്ടത്തൈര് എന്നുള്ള ബ്രാൻഡിൽ പുളി കുറഞ്ഞ തൈര്, പിന്നെ കറിത്തൈര് എന്നുള്ള ബ്രാൻഡിൽ സാധാ നമ്മൾ കറി വെക്കുന്ന തൈര്, പുളിയുള്ള തൈര്, അത് തന്നെ പാക്കറ്റും ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളത് പനീർ ചെയ്യുന്നുണ്ട്, ബട്ടർ ചെയ്യുന്നുണ്ട്, പേടയുണ്ട്, പിന്നെ കട്ടിമോരുണ്ട്. ഇതൊക്കെ നമ്മൾ കടകളിൽ സപ്ലൈ ചെയ്യുന്ന സാധനങ്ങളാണ്. ഈ പ്രോഡക്ട്സ് ഒക്കെ വിൽക്കുന്നത് നമ്മുടെ റിജേഷിന്റെ അമ്മയാണ്. അതെ അല്ലേ? അതെ, ഇതിന്റെ നമ്മുടെ കടയുടെ ഇൻചാർജ് അമ്മയ്ക്കാണ്. അപ്പൊ കടയുടെ ആൾക്കാർ വരുന്നുണ്ട് അല്ലേ? നല്ല ആൾക്കാർ. പിന്നെ എത്ര പ്രോഡക്റ്റ് ഉണ്ട് ഇവിടെ? 16 ഐറ്റംസ്. അപ്പൊ അതിന് എവിടേക്കൊക്കെയാ കൊടുക്കുന്നത്? നമ്മൾ വയനാട്, കോഴിക്കോടാണ് നമ്മൾ ചെയ്യുന്നത്. വയനാട്ടിലെ എല്ലാ ഷോപ്പുകളിലും, ഒട്ടുമിക്ക എല്ലാ ഷോപ്പുകളിലും കൊടുക്കുന്നുണ്ട്. കോഴിക്കോടും അത്യാവശ്യം മീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു ഡെയിലി 250 ലിറ്റർ പാലിലാണ് പ്രോസസ്സ് ചെയ്യുന്നത്. അത് ആദ്യം BMCയിൽ കൊണ്ടുവന്ന് ഒഴിക്കും. ഒരു ബൾക്കായിട്ട് സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് ഇത് 90 ഡിഗ്രി ചൂടാക്കി ഹോമോജനൈസ് ചെയ്ത് ടാങ്കിലെത്തും. ടാങ്കിൽ നമ്മൾ കൾച്ചർ മിക്സ് ചെയ്ത് പാക്ക് ചെയ്യും. അതെ അതെ, അങ്ങോട്ട് വിടും. അങ്ങെത്തണം. പ്രോഡക്റ്റ് മാറും, നമ്മുടെ ആവശ്യത്തിനുള്ളതനുസരിച്ച് പാക്ക് ചെയ്തെടുക്കും. പാല് അല്ലാതെ ഈ വാല്യൂ ആഡഡ് പ്രോഡക്ട്സിലേക്ക് മാറുന്നതുകൊണ്ട് എന്താ ഗുണം? അത് മാറണം എന്നാണോ നിങ്ങളുടെ സജഷൻസ്? എന്താ? നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പാകത്തിനുള്ള പ്രോഡക്ട്സ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്നതേ കൊടുക്കുള്ളൂ. മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളെ നമ്മളിവിടെ ഉണ്ടാക്കുന്നുള്ളൂ. നമ്മൾ ധൈര്യമായിട്ട് നമ്മുടെ മക്കൾക്ക് കൊടുക്കും. ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങൾ കൊടുക്കുമെങ്കിൽ മറ്റുള്ളവർക്ക് സന്തോഷമായിട്ട് കൊടുക്കും. അത്ര വിശ്വാസത്തോടു കൂടി കഴിക്കാം. അതിനകത്ത് ഒരു പ്രിസർവേറ്റീവ് പോലും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. നമ്മൾ ഈ പേടയൊക്കെ ഉണ്ടാക്കുന്നത് 2 ദിവസത്തേക്കേ ഇരിക്കുന്നുള്ളൂ. അതിനകത്തൊന്നും യാതൊരുവിധ പ്രിസർവേറ്റീവ്സും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. അത്ര വിശ്വാസത്തോടു കൂടി നമുക്ക് മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കാൻ പറ്റും. ഈ കുട്ടിക്കാലത്ത് പശുവിനെ നോക്കിയിട്ടുണ്ടോ? ഇല്ല. മറ്റേ എഞ്ചിനീയർ ആവാന്നുള്ളായിരുന്നു ലക്ഷ്യം? അങ്ങനെയില്ല, നമ്മൾ പശുക്കളൊന്നും നോക്കിയിട്ടൊന്നുമില്ല. ആടൊക്കെ ഉണ്ടായിരുന്നു വീട്ടില്, പക്ഷെ പശു കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഈ വയനാടും കോഴിക്കോട് ജില്ലകൾ അല്ലേ വിൽപ്പന? അത് സെലക്ടഡ് ഷോപ്പുകൾ. പിന്നെ വേറെ ഏതെങ്കിലും മാർക്കറ്റിംഗ് പരിപാടികളുണ്ടോ? വേറെ നമ്മൾ നെയ് ഓൾ ഓവർ ഇന്ത്യ സപ്ലൈ ചെയ്യുന്നുണ്ട്. അത് ആമസോൺ വഴി, അതായത് നമ്മുടെ ഡയറക്റ്റ് വെബ്സൈറ്റ് www.dairydame.com. dairydame.com എന്നുള്ള പേരിൽ ഇത് നമ്മുടെ ആമസോണിൽ അവൈലബിൾ ആണ്. ആമസോണിലും ഈ സൈറ്റിൽ നമ്മുടെ വെബ്സൈറ്റ് ആണ്. ഇതുവഴി നമ്മൾ കൊറിയർ ചെയ്യും. അപ്പോൾ മറ്റു പ്രോഡക്ട്സുകൾ കിട്ടില്ല? അത് നെയ്യ് മാത്രം പ്രോഡക്ട്സ് ഇല്ല. അത് ഷെൽഫ് ലൈഫ് ഇല്ലല്ലോ, പ്രിസർവേറ്റീവ്സ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ കൊടുക്കാം. ഈ നറുനെയ്യ് ഉണ്ടാക്കുന്നതിന് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? നറുനെയ്യ് ഉണ്ടാക്കുന്നതിന്റെ പ്രത്യേകതകൾ നമ്മുടെ ഇവിടെ ഉണ്ട്. ഒരു ചേച്ചി ഉണ്ട്, നിഷ എന്നാണ് ചേച്ചിയുടെ പേര്. ചേച്ചിയാണ് അത് ചെയ്യുന്നത്. എന്തായി, നെയ്യായോ? ഇല്ല, നെയ്യായിട്ടില്ല. നമുക്ക് ഏകദേശം 8 മണിക്കൂറോളം ആവണം ഇതൊന്ന് റെഡിയായി കിട്ടാൻ. 8 മണിക്കൂറോ? എന്താ അത്ര സമയം എടുക്കണേ? അത്രയും ടൈം കൊണ്ടാണ് നമ്മൾ സെറ്റായി വരുള്ളൂ ഇത് നെയ്യ്. സാധാരണ മറ്റു നെയ്യായിട്ടുള്ള വ്യത്യാസം എന്താ? ശരി, നമ്മളത് ക്രീം എടുത്ത്, പാലിൻ്റെ അകത്ത് ക്രീം എടുത്ത് തിളപ്പിച്ച് അതിൽ ഒഴിച്ച് അത് കടഞ്ഞെടുത്ത് വെണ്ണ കഴുകി അങ്ങനെ നമ്മൾ ഇതിൻ്റെ അകത്തുനിന്നാണ് പിന്നെ നെയ്യ് അതൊരു 5-6 തവണ കഴുകി നല്ല വെള്ളം, മോരിൻ്റെ അംശം മുഴുവൻ കളഞ്ഞ് നല്ല വെള്ളം ക്ലിയർ ആവുന്നത് വരെ നമ്മൾ കഴുകിയിട്ടാണ് ഉപയോഗിക്കുന്നത്. എല്ലാ ദിവസവും ഉണ്ടാക്കും? എല്ലാ ദിവസവും ഉണ്ടാക്കില്ല, നമ്മൾ പ്രൊഡക്ഷൻ്റെ സമയത്താണല്ലോ പാല് എടുക്കുന്നത്. അപ്പം ക്രീം എടുക്കുമ്പോഴാണ് ഏകദേശം ഒരു 2 ബക്കറ്റ് വെണ്ണയാവുമ്പോഴാണ് നമ്മൾ ചെയ്യണത്. 100 കിലോ വെണ്ണ എടുക്കുകയാണെങ്കിൽ
എത്ര കിലോ നെയ്യ് കിട്ടും? ഏകദേശം ഒരു 70 ലിറ്ററോളം നെയ്യ് കിട്ടും. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 4/3 ആവും അല്ലേ? 4/1 പോവും. അപ്പൊ 70 കിലോ ആണ് നെയ്യ് നെയ്യ് ഉണ്ടാവും. പണ്ട് ഇതൊക്കെ ഇങ്ങനെ നമ്മൾ ഉരുളിയിലൊക്കെ ഇട്ട് ഇങ്ങനെ ഇളക്കി എടുക്കാറ് അല്ലേ? അതെ അതെ, നമ്മൾ മുമ്പ് അങ്ങനെ ചെയ്തോണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ മെഷീനൊക്കെ വന്നതുകൊണ്ട് കുറച്ചും കൂടെ സൗകര്യമായി. ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കിയാ സൈഡൊക്കെ ഒന്ന് ഇളകി കൊടുത്താൽ മതി. എന്തിനാ തട്ടുന്നേ? ഇത് ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്നതല്ലേ, ഒന്നങ്ങോട്ട്. അപ്പോൾ 8 മണിക്കൂർ നേരത്തെ അധ്വാനം ഉണ്ട് അല്ലേ? അധ്വാനം എന്ന് പറഞ്ഞാൽ ഇത് മെഷീനാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളൊന്ന് ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ലാസ്റ്റ് ടൈം ആകുമ്പോ ഒന്ന് ഇത് വേർതിരിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം. ബാക്കി പ്രോഡക്ട്സും ഇവിടെ തന്നെയാണ് ഉണ്ടാക്കുക അല്ലേ? എല്ലാ പ്രൊഡക്ട്സും തന്നെ ചെയ്യുന്നത്. 3 തരം നെയ്യുണ്ട് ഇതിനകത്ത്. ഇപ്പോൾ ഇത് കൂടുതലായിട്ട് വരുന്നത് 450 മില്ലിയുടെ 500 മില്ലിയുടെ 2 നെയ്യാണ് ഇപ്പോൾ ഇതിനകത്ത് ഇല്ലാത്തത്. പിന്നെ ബാക്കി ലസ്സിയുടെ കാര്യത്തിൽ എന്താ അതിന്റെ പെക്യുലിയാരിറ്റി? ഇതാണ് നമ്മൾ ചെയ്യുന്ന ലസ്സി. നമുക്ക് മാർക്കറ്റിൽ ധാരാളം മാംഗോ ലസ്സി എന്നുള്ള പേരിൽ കുറേ സാധനങ്ങൾ കിട്ടുന്നുണ്ട്. പക്ഷേ അതെല്ലാം സിന്തറ്റിക് ഫ്ലേവേഴ്സ് ആഡ് ചെയ്യുന്ന സാധനങ്ങളായിരിക്കും. പക്ഷേ ഇത് നമ്മൾ അൽഫോൺസ മാങ്ങയുടെ പൾപ്പും ഷുഗറും തൈരും ചേർത്ത് അതായത് കട്ടത്തൈര്, പുളി കുറഞ്ഞ കട്ടത്തൈരും ചേർത്ത് ഇത് 3 സാധനങ്ങൾ, പിന്നെ ഏലക്കയും പൊടിച്ച് ചേർക്കുന്നുണ്ട്. ഈ 4 സാധനങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന സാധനമാണിത്. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ സാധനം, മാംഗോ ലസ്സി. ഇത് കൂടാതെ വേറെ ബദാം മിൽക്ക്, ഇത് കൂടാതെ നമ്മൾ ബദാം മിൽക്ക് ചെയ്യുന്നുണ്ട്. ഇത് പേട. ഇതും ഈ പറഞ്ഞ പോലെ പ്രിസർവേറ്റീവ്സ് ഒന്നുമില്ല. പുറത്തുനിന്നുള്ളൊരു സാധനം എന്ന് പറഞ്ഞാൽ ഷുഗർ മാത്രമേ ഉള്ളൂ. പഞ്ചസാര നമ്മൾ ഉണ്ടാക്കുന്നില്ല. ബാക്കി എല്ലാ സാധനങ്ങളും നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ പുറത്തേക്കൊന്നും കൊടുക്കുന്നില്ല. പുറത്തേക്ക് കൊടുത്താൽ ഇത് നാശമായി പോകും.